ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു നേഴ്സാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ 4 വർഷത്തെ നഴ്സിംഗ് എക്സ്പീരിയൻസ് 4 ഇയറിൽ ഞാൻ BSc നഴ്സിംഗിൽ ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ BSc നഴ്സിംഗ് തിരഞ്ഞെടുത്തത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. വീട്ടുകാരുടെ നിർബന്ധമോ നാട്ടുകാരുടെ നിർബന്ധമോ അതൊന്നും അല്ല. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മെഡിക്കൽ ഫീൽഡ് എടുക്കണമെന്ന് കുഞ്ഞുതലേ മുതൽ ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തതാണ് ഒരു BSc നഴ്സിംഗ് ആയിട്ട് ഉള്ള ഒരു കോഴ്സ്. ഓക്കെ, +2 കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗിന് അപ്ലൈ ചെയ്തു. എനിക്ക് കിട്ടിയത് ഡോക്ടർ SM CSI മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, കാരക്കോണം, ട്രിവാൻഡ്രത്താണ് അഡ്മിഷൻ കിട്ടി. ഞാൻ ഫസ്റ്റ് ഡേ കോളേജിൽ ചെല്ലുമ്പോൾ പുതിയ കുട്ടികൾ, നമ്മൾ ജൂനിയേഴ്സാണ്, പുതിയ കുട്ടികൾ, പുതിയ മാഡംസ്, പുതിയ പ്രിൻസിപ്പൽ, പുതിയ വൈസ് പ്രിൻസിപ്പൽസ്, പുതിയ സീനിയേഴ്സ്, അങ്ങനെയൊക്കെ കുറേ അനുഭവങ്ങളായിരുന്നു. ആദ്യമൊക്കെ ചെന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആദ്യം പോയപ്പോൾ. പിന്നെയാണ് ഓരോ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയത്. അവിടെ റാഗിങ് ഒന്നുമില്ല. അത് എന്താണ്, കേരള യൂണിവേഴ്സിറ്റിയിൽ മിക്കയിടത്തും എനിക്ക് തോന്നുന്നു കുഹാസിൻ്റെ അണ്ടറിലുള്ള കേരള യൂണിവേഴ്സിറ്റി മെഡിക്കൽ ഫീൽഡിലുള്ള കേരള യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഈ റാഗിങ് ഒന്നുമില്ല, 0 റാഗിങ് ആണ്. അതുകൊണ്ട് റാഗിങ് ഒന്നുമില്ല. അതൊക്കെ ആദ്യം പേടിയുണ്ടായിരുന്നു, പക്ഷേ ആ റാഗിങ് ഒന്നുമില്ല. നമ്മൾ +2-ൽ പഠിച്ചുകൊണ്ടിരുന്ന സയൻസ് എടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന അതിലൊരു അംശം പോലും നമ്മൾ നഴ്സിങ്ങിന് പഠിക്കുന്നില്ല. സോ നഴ്സിങ്ങിൽ പഠിക്കുന്നത് വേറെ പല കാര്യങ്ങൾ, വേറൊരു വേൾഡാണ്, മെഡിക്കൽ ഫീൽഡാണ്. നമ്മൾ മെഡിക്കൽ ഹോസ്പിറ്റലിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മെഡിക്കലിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ ആദ്യമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ കയറുമ്പോൾ നമ്മൾ നോർമലി വീട്ടിൽ നിൽക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ല. ഓക്കെ, മെഡിക്കൽ ഫീൽഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു വേറൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മളവിടെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും അനാട്ടമി എന്നൊക്കെ കയറിയൊക്കെ പഠിക്കുന്നത്. പക്ഷെ എന്നാലും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്. നമ്മളങ്ങനെ കണ്ടിട്ടുള്ള ബുക്കൊക്കെ ഭയങ്കര വലുതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു അനാട്ടമി എടുക്കുമ്പോഴത്തേക്കും അനാട്ടമിയിൽ തന്നെ നമ്മുടെ ഓരോ ഈച്ച് ആൻഡ് എവറി ബോൺസ്, ഈച്ച് ആൻഡ് എവറി മസിൽസ്, ചെറിയ വെയിൻ ഉൾപ്പെടെ, ചെറിയൊരു ആർട്ടറി ഉൾപ്പെടെ നമ്മൾ എല്ലാ കാര്യവും നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ബോഡിയിലുള്ള ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളും നമ്മൾ പഠിക്കണം. അത് നമ്മൾ വെറുതെ പഠിച്ചാൽ പോരാ, വരച്ച് അതിൻ്റെ ഇതെങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പാടാണ്. നമ്മൾ അനാട്ടമി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ്, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് 8 സബ്ജക്റ്റാണുള്ളത്. അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, സൈക്കോളജി, ന്യൂട്രീഷൻ ആൻഡ് ബയോകെമിസ്ട്രി, പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ, അങ്ങനെ 8 സബ്ജക്റ്റാണ് നമുക്കുള്ളത്. ഇതിൽ നിന്ന് തന്നെ ഏറ്റവും ഭയങ്കര ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി. ഈ 3 സബ്ജക്റ്റ് ഭയങ്കര ടഫാണ്. അങ്ങനെ അനാട്ടമി പറഞ്ഞതുപോലെ നമ്മൾ ഒരു ശരീരത്തിലുള്ള ഏറ്റവും ചെറിയ ഒരു ബോണായാലും, ഏറ്റവും ചെറിയൊരു വെയിൻ ആയാലും, ഏറ്റവും ചെറിയ മസിൽസ് ആയാലും അതിൻ്റെ പേര് സഹിതം നമ്മൾ പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ മൈക്രോ ബയോളജിയിലാവുമ്പോൾ മൈക്രോ ഓർഗാനിസംസ്, നമ്മുടെ ഈ ലോകത്തിലുള്ള എല്ലാ മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയാണ്, അതിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്, ഓരോ സെല്ലുകൾ എങ്ങനെയാണ്, അതെങ്ങനെയാണ് രൂപപ്പെടുന്നത്, അത് ഏതിൽ കൂടിയാണ് രൂപപ്പെടുന്നത്, അതിൻ്റെ പ്രിക്കോഷൻസ് എങ്ങനെയാണ്. നമ്മളിപ്പം 100 ആണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 10 20 മൈക്രോ ഓർഗാനിസംസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു ലോഡ് കണക്കിന് മൈക്രോ ഓർഗാനിസംസിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്, അതിനെ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതും പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണുള്ളത്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യത്തിൽ തന്നെ നമ്മുടെ കോളേജിൽ തന്നെ ഒരു ഡെമോൺസ്ട്രേഷൻ റൂമുണ്ട്, ഒരു ലാബ് പോലത്തെ. നമ്മൾ ആദ്യം പഠിക്കുന്നത് ബെഡ് മേക്കിംഗ് ആണ്. അത് നിങ്ങൾ വിചാരിക്കും ബെഡ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഒന്നുമില്ല, പഠിക്കാനൊന്നുമില്ല, നമ്മൾ ഡെയിലി ചെയ്യുന്നതല്ലേ രാവിലെ എഴുന്നേറ്റിട്ട്. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെഡ് മേക്കിംഗ് ആണ് പഠിക്കുന്നത്. നമ്മൾ ബെഡ് എങ്ങനെയാണ് ടക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രൊസീജിയറും ഓരോ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ആദ്യം ലാബിൽ കയറുമ്പോഴത്തേക്കും നമ്മൾ കോട്ട് ഇടണം, നമ്മൾ മുടിയൊക്കെ പുട്ടപ്പ് ചെയ്യണം, നമ്മൾ അങ്ങനെയൊക്കെയാണ് പോവേണ്ടത്. കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ആദ്യമൊക്കെ ഭയങ്കര പേടിയൊക്കെയാണ്. ഇവിടുന്ന് നമ്മൾ ലാബിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ആ കോട്ടും സ്റ്റെത്തും പോക്കറ്റ് ആർട്ടിക്കിൾസും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകുന്നു. ആദ്യം നമ്മൾ ഹോസ്പിറ്റലിൽ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം, പരിചയമില്ലാത്ത കുറേ ആൾക്കാരായിരിക്കും, അവരെങ്ങനെയാണ് പ്രതികരിക്കുക ഒന്നും അറിയില്ല. അങ്ങനെയൊക്കെ ആദ്യമൊക്കെ പോയി സംസാരിക്കും. ഭയങ്കര മടിയായിട്ട് ഞങ്ങൾ മാറി മാറി നിൽക്കും. പക്ഷെ നമുക്കത് സബ്മിറ്റ് ചെയ്യണം. നമ്മൾ ഓരോ പേഷ്യൻ്റെ ഹിസ്റ്ററി എടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയതും ഒക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഞങ്ങൾക്കിപ്പം ഒരു ഗ്രൂപ്പിൽ തന്നെ 5 പേരായിട്ടാണ് തിരിക്കുന്നത്. 5 പേരായിട്ട് തിരിച്ചിട്ട് ഞങ്ങൾ 5 പേരും ഒരുമിച്ചാണ് ഒരു വാർഡിൽ പോകുന്നത്. ആ ഒരു വാർഡിൽ നമ്മൾ ഹെഡ് നേഴ്സ് ഉണ്ട്. അവരൊക്കെ നമുക്ക് പറഞ്ഞു തരും, അവിടെ ചെയ്യടാ, ഇത് ചെയ്യടാ, അങ്ങനെ ചെയ്യടാ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോന്ന് പറഞ്ഞു തരും. അതുപോലെ തന്നെ വൈറ്റൽ സയൻസ് നമ്മൾ ബേസിക് കാര്യമാണ്. അതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യമേ പോകുന്നത്. പിന്നെ നമുക്ക് കെയർ പ്ലാൻ സബ്മിറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ആദ്യം തന്നെ 3 കെയർ പ്ലാനാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് 3 കെയർ പ്ലാൻ സബ്മിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആദ്യം ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അറിഞ്ഞ് അവരുടെ ഹിസ്റ്ററി ആദ്യം സബ്മിറ്റ് ചെയ്യണം മാഡംസിന്. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ അത് കെയർ പ്ലാൻ ഫുള്ള് പൂർത്തീകരിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. 3 ദിവസം കഴിഞ്ഞാൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ ഞങ്ങൾ 3 കെയർ പ്ലാൻ, അപ്പം ഒരാളെടുത്ത പേഷ്യൻ്റ് വേറൊരാൾക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കോപ്പി അടിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. നമ്മൾ അങ്ങനെ ഓരോ പേഷ്യൻറ്റിനും ഓരോരുത്തർക്കും ഓരോ പേഷ്യൻറ്റിനെ തന്നെ എടുക്കണം. അതുപോലെ തന്നെ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ 5 ദിവസത്തെ ഇതാണ് ഉള്ളത്. 5 ദിവസത്തെ വാലിഡിറ്റി. അതപ്പോൾ കുറേ കൂടുതൽ എഴുതാനുണ്ട്. അങ്ങനെ സർജറി അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ഇയറിൽ. ഇപ്പോഴുള്ള പിള്ളേരുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കെയർ പ്ലാൻ എന്താണ്, കേസ് സ്റ്റഡി എന്താണ് ഉദ്ദേശിക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിപ്പിച്ച് തരും എങ്ങനെയാണ്. ഞങ്ങൾക്കും ആദ്യം ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എന്താണ് സംഭവം എന്ന് വിചാരിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര മടിയായിരുന്നു എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ പിന്നെ അവർ പറഞ്ഞു തരും എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരും. നമുക്കൊരു മോഡൽ കാണിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫസ്റ്റ് ഇയറാണ്. നമുക്ക് ഒന്നും ചെയ്യാനുള്ള, നമ്മളിപ്പം ഇത്രയും ദിവസം +2 വരെ നമ്മൾ സുഖിച്ച് നടന്ന നമ്മൾക്ക് പെട്ടെന്നൊരു ഭാരം എടുത്ത് തലയിൽ വെക്കുമ്പോഴത്തേക്കുള്ള ഒരു ഇതാണ്. നമുക്കത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, എങ്ങനെ കംപ്ലീറ്റ് ആക്കും. കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇൻറ്റേർണൽ എക്സാംസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അത് സബ്മിറ്റ് ചെയ്യണം. അതിന് ജയിച്ചാൽ മാത്രമേ ഇൻറ്റേർണൽ മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. ഈ 8 സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്ന് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റ്. നമ്മൾ അനാട്ടമി പഠിക്കുന്നതിൻ്റെ ഒരു അംശം പോലും ആയിരിക്കില്ല മൈക്രോബയോളജി പഠിക്കുന്നത്. മൈക്രോബയോളജിയിൽ ഒരു അംശം പോലും ആയിരിക്കില്ല ന്യൂട്രീഷനിൽ പഠിക്കുന്നത്. അങ്ങനെ എല്ലാ സബ്ജക്റ്റും ഭയങ്കര ടഫാണ്. ലോഗ് ബുക്കിൽ സൈൻ വാങ്ങുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ടോപ്പിക്ക് തരും. ഫസ്റ്റ് ഇയറിൽ ഇത്ര ടോപ്പിക്കിൽ നമ്മൾ സൈൻ വാങ്ങിച്ചിരിക്കണം. ആ ടോപ്പിക്കെല്ലാം പഠിച്ചിട്ട് ഓരോ മാഡംസിനെ നമുക്ക് ഓരോരുത്തർക്കായിട്ട് അസൈൻ ചെയ്ത് തരും. അവരുടെ അടുത്ത് പോയിട്ട് ഇത്രയും പേർക്കൊരു മാഡം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞ് അവരുടെ സൈൻ വാങ്ങണം. ഓക്കെ, അവരുടെ സൈൻ വാങ്ങുമ്പോഴത്തേക്കും നമ്മളത് നമ്മളത് പഠിച്ച് പറയുമ്പോൾ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുക. അവർ നമ്മളിപ്പോൾ തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ അതിന് റിപ്പീറ്റ് അടിക്കുക, നമ്മൾ വീണ്ടും പോവുക. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വൈവാസ് ഒന്നും അല്ല, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള വൈവ ഒക്കെയാണ് ഉള്ളത്. നമ്മൾ മാഡംസിനെ കാണിക്കണം എങ്ങനെയാണ് നമ്മൾ വൈറ്റൽസ് ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവർ നോക്കും എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, കറക്റ്റാണോ, ഇത് കറക്റ്റാണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിന് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ഇയറിൽ. നമുക്ക് നിന്ന് തിരിയാനോ നമ്മുടെ വേറൊരു എൻജോയ്മെൻ്റ് ലൈഫിലോട്ട് പോകാനോ നമുക്ക് സമയമില്ല. നമ്മൾ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. പക്ഷെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഇയറാണ്. നമുക്ക് വേറെ ഒരു കാര്യത്തിലും എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഇയറിൽ പോകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ഒരു ഫസ്റ്റ് ഇയർ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആവും. അങ്ങനെ ഞങ്ങളുടെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ഇയർ ഞാൻ കടന്നു. അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ഇയറിലോട്ട് കയറുകയായിരുന്നു. സെക്കൻഡ് ഇയറിൽ കയറുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചതിൽ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്.
സെക്കൻഡ് ഇയറിൽ കടന്ന് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിനെ വെച്ചിട്ട് കുറച്ചൊക്കെ റിലാക്സേഷൻ ഉണ്ട്. എന്നാലും പഠിക്കാനൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളതല്ല, നമുക്ക് ഇച്ചിരി റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. ഇതിനകത്ത് വരുന്നത് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. മെഡിക്കൽ നഴ്സിംഗ്, സർജിക്കൽ നഴ്സിംഗ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, ഫാർമക്കോളജി, ഇങ്ങനെ 4 സബ്ജക്റ്റുകളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മെഡിക്കൽ നഴ്സിംഗിനകത്ത് അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫീവർ, സ്ട്രോക്ക്, CVA, പിന്നെ ബ്രോങ്കിയൽ ആസ്മ, ഇതൊക്കെ ഇങ്ങനത്തെ കണ്ടീഷൻസാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഡെഫിനേഷൻ എന്താണ്, ഇതെങ്ങനെയാണ് വരുന്നത്, പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഏതൊക്കെ ടാബ്ലറ്റ്സ് ആണ് കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പം നമ്മൾ വിചാരിക്കും 1-2 അസുഖങ്ങളായിരിക്കും, അല്ല, കുറേ അസുഖങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ പഠിക്കണം. ഓക്കെ, അത് വരുന്ന രീതിയും കാര്യങ്ങളും ഒക്കെ പഠിക്കണം. ECG ആണെങ്കിലും എല്ലാം മെഡിക്കലിൽ വരും. ഓക്കെ, അതുപോലെ തന്നെ സർജിക്കൽ നഴ്സിംഗിലാവുമ്പോഴത്തേക്കും സർജറി ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന കുറേ അസുഖങ്ങളാണ്. സർജിക്കൽ വാർഡിൽ ഇപ്പോൾ DM ഫൂട്ടാണെങ്കിലും അത് സർജറി ചെയ്യുന്ന കാര്യങ്ങളും, അടുത്ത് എന്തായിരുന്നു അപ്പൻഡക്ടമി ആണെങ്കിലും എന്താണെങ്കിലും സർജറി ചെയ്ത് കഴിഞ്ഞുള്ളത്, പ്രീ ഓപ്പിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പോസ്റ്റ് ഓപ്പിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മുടെ കെയർ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ 4th ഇയറിലും പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന കമ്മ്യൂണിറ്റി നഴ്സിംഗ്, നമ്മൾ കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്, ഇത്ര കമ്മ്യൂണിറ്റിക്കകത്ത് എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്, കമ്മ്യൂണിറ്റിയിൽ ഓരോ വീടുകളിൽ ചെന്നിട്ട്, അതൊക്കെ 4th ഇയറിലാണ് നമ്മൾ പോസ്റ്റിങ്ങിനൊക്കെ പോകുന്നത്. ആദ്യമേ നമ്മൾ പോസ്റ്റിങ്ങിനൊന്നും പോകില്ല. സെക്കൻഡ് ഇയറിൽ നമ്മൾ കമ്മ്യൂണിറ്റി നഴ്സിംഗ് എന്താണ് എന്നൊക്കെ വേണം പഠിക്കുന്നത്. ഓരോ സ്ഥലത്ത് വരുന്ന അസുഖങ്ങൾ എങ്ങനെയാണ്, ആ ഒരു ഏരിയയിൽ വരുന്ന അസുഖങ്ങൾ എങ്ങനെയാണ് വരുന്നത്, പടരുന്നത്, പിന്നെ അവിടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ എങ്ങനെയാണ്, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കമ്മ്യൂണിറ്റി നഴ്സിംഗിൽ പഠിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഫാർമക്കോളജി. ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഓരോ മരുന്നുകളെ പറ്റിയിട്ടും പഠിക്കണം. ഓരോ മരുന്നുകൾ എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് എങ്ങനെയാണ്, ഏതിനെ ട്രീറ്റ് ചെയ്യുന്ന മരുന്നാണ്, എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പഠിക്കാനുണ്ട് ഫാർമക്കോളജി. അപ്പം നമ്മുടെ മരുന്നുകളുടെ പേര് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മൾ ഓരോ മരുന്നുകൾ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പാടല്ലേ. അപ്പം നമ്മൾ ആദ്യമേ പോകുമ്പോഴും നമുക്കും അത് തന്നെ പാടാണ്. പിന്നെയാണ് നമുക്കത് കേട്ടാണ് നമ്മൾ പിന്നെ ഇത് ഭയങ്കരമായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യമൊക്കെ നമ്മൾ തെറ്റൊക്കെ ആയിരിക്കും വായിക്കുന്നത്. ഫാർമക്കോളജി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ മരുന്നും, ആൻറ്റിബയോട്ടിക് ആയിക്കോട്ടെ, നമ്മൾ പനിക്കുള്ള മരുന്ന് ആയിക്കോട്ടെ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിക്കോട്ടെ, എന്ത് മരുന്നാണെങ്കിലും അതിന് ഇതിനകത്ത് തന്നെ കുറേ മരുന്നുകൾ ഉണ്ടാവും. ആദ്യം ഏത് മരുന്നാണ് യൂസ് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് വേറെ ഏത് മരുന്നാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മരുന്നുകളെ പറ്റി പഠിക്കാനുണ്ട്. അപ്പം അങ്ങനെ ഫാർമക്കോളജി പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഫാർമക്കോളജി, നമ്മുടെ ഈ ടാബ്ലറ്റ്സിൻ്റെ പേര്, ചില പേരുകളുടെ കുറേയൊക്കെ സെയിം ആയിരിക്കും, ലാസ്റ്റത്തെ ഭാഗമായിരിക്കും മാറിയിരിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൺഫ്യൂഷൻ പിടിച്ചൊരു ഇതാണ് ഫാർമക്കോളജി എന്ന് പറയുന്നത്. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ കുറേ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം, പഠിക്കണം, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഇയർ കഴിഞ്ഞു ഞാൻ 3rd ഇയറിലോട്ട് പോയി. അങ്ങനെ 3rd ഇയറിൽ വന്നപ്പോഴത്തേക്കും ഇച്ചിരി കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങിയത്. 3rd ഇയറിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ നഴ്സിംഗ്. ഇത് രണ്ടും കൂടി നമ്മൾ ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അഡ്വാൻസ് ആയിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ICU, CCU എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളതില്ലേ, അതൊക്കെ പഠിക്കുന്നതാണ്. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോവുക, OR പോസ്റ്റിങ്ങേ, നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലെ പോസ്റ്റിങ്ങേ നമ്മൾ 3rd ഇയറിൽ വരുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അത് 3rd ഇയറിലുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് മെഡിക്കൽ നഴ്സിംഗ് ആണ്. പിന്നെ പീഡിയാട്രിക് നഴ്സിംഗ്, പിന്നെ സൈക്യാട്രിക് നഴ്സിംഗ്, പിന്നെ റിസർച്ച്, ഇങ്ങനെ 4 സബ്ജക്റ്റാണ് ഇതിൽ വരുന്നത്. അടുത്ത് പീഡിയാട്രിക്കിൽ പോകുമ്പോൾ നമ്മൾ കുഞ്ഞു പിള്ളേരെ എങ്ങനെയാണ് നമ്മൾ
ഓക്കെ ആക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂഷനാണ്. ഏത് കുഞ്ഞുങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുത്താനൊന്നും തോന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. ആ കുഞ്ഞുങ്ങൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. നമുക്ക് ആ ഒരു സമയത്ത് വേറൊരു ഫീലിങ്സാണ് നമുക്ക് തോന്നുന്നത്. കുഞ്ഞു പിള്ളേരെ കാണുമ്പോഴൊക്കെ അവർ നമ്മളെ കാണുമ്പോൾ പേടിക്കുക, കരയുക, അതൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ആദ്യം സങ്കടം തോന്നും. പിന്നെ നമ്മുടെ അടുത്ത് വന്ന് വരാനൊന്നും കൂട്ടാക്കൂല. നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്താണെങ്കിൽ എല്ലാവരും നമ്മുടെ കൂടെ, കുഞ്ഞു പിള്ളേരാണെങ്കിൽ പെട്ടെന്ന് കമ്പനിയാവും. പക്ഷെ നമ്മൾ ഈ വെള്ള കോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ അവരുടെ മുന്നിൽ പോവുകയാണെങ്കിൽ അവരൊരിക്കലും കമ്പനി ആവില്ല. അതിൻ്റെ ഒരു ചെറിയ ഫീലിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ അടുത്താണ് സൈക്യാട്രിക് നഴ്സിംഗ്. സൈക്യാട്രിക് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ വേറൊരു ഇതാണ്. അത് അവരുടെ കുറേ പ്രശ്നങ്ങൾ, അവർ ഡിപ്രഷനായിട്ടിരിക്കുന്ന ആൾക്കാർ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പഠിപ്പും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെയാണ്. അവർ ഇങ്ങനെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വേറൊരു ഇമോഷൻ അവിടെയും നമുക്ക് തോന്നും. എന്താണ് അവരുടെ കാര്യങ്ങളും അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ അതൊക്കെ കാണുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവന്മാരാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ആ ഒരു ഫീലിങ്സ് നമുക്ക് വരും. ഒരുപാട് പഠിപ്പും വിദ്യാഭ്യാസമുള്ള ടീച്ചേഴ്സ്, എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ് ഒക്കെയാണ് അവിടെ ഇങ്ങനെ കിടക്കുന്നത്. സൈക്യാട്രിക് വാർഡിൽ പോകുമ്പോൾ തന്നെ നമുക്ക് കൂൾ ആൻഡ് കാം മൈൻഡാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു സാധനവും നമ്മൾ ഓപ്പൺ ആയിട്ട് വെക്കില്ല, എല്ലാം പൂട്ടിയാണ് വെക്കുന്നത്. ഇവരെ പോകാൻ വേണ്ടിയിട്ട് ഒരു ജയിൽ പോലെ അവർ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ അവസ്ഥയൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തന്നെ ആലോചിക്കും നമ്മളൊക്കെ എന്ത് ഭാഗ്യവന്മാരാണ്. അങ്ങനെ ഒരു ഫീലിങ്സാണ് നമ്മൾ സൈക്യാട്രിയുടെ അവിടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ റിസർച്ചാണ്. റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് ഓരോ ടോപ്പിക്ക് തന്നിട്ട് നമ്മൾ പോയി റിസർച്ച് ചെയ്ത്, നമ്മൾ ഹോസ്പിറ്റലിനകത്ത് തന്നെ ഓരോ റിസർച്ച് ടോപ്പിക്കിൽ പോയിട്ട് ഓരോ വാർഡുകളിൽ പോയിട്ട് അതിനെ കളക്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ 3rd ഇയറും കഴിഞ്ഞ് ഞങ്ങൾ 4th ഇയറിലോട്ട് പോവുകയാണ്. 4th ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സമയമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ വന്ന പോലെ അത്രയും വലിയ ഭാരമൊന്നുമില്ല. 4th ഇയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിലാക്സേഷൻ ആയിട്ടുള്ളൊരു സമയമായിരുന്നു. 4th ഇയർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് 4 സബ്ജക്റ്റാണ് ഉള്ളത്. ഒബ്സ്ട്രക്റ്റീവ് ആൻഡ് ഗൈനക്കോളജി, പിന്നെ മാനേജ്മെൻറ്റ്, നഴ്സിംഗ് എഡ്യൂക്കേഷൻ, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, ഇങ്ങനെ 4 സബ്ജക്റ്റാണ് വരുന്നത്. ഇതിൽ നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് ആൻഡ് ഗൈനക്കോളജിയിൽ വരുമ്പോഴാണ് അവിടെയാണ് ലേബറൊക്കെ കാണുന്നത്. നമ്മുടെ നോർമൽ ലേബർ ഉണ്ട്, പിന്നെ സിസേറിയൻ ഉണ്ട്, ഇതൊക്കെ കാണാനുള്ള അവസരം കിട്ടും. പിന്നെ നമ്മളത് മസ്റ്റായിട്ട് കാണണം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാനുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും വൈവാസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ മാനേജ്മെൻറ്റ്, നമ്മുടെ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരിത്. അത് കഴിഞ്ഞ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്. ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിങ്ങിനാണ് നമ്മൾ പോസ്റ്റിങ്ങിന് പോകുന്നത്. പോസ്റ്റിങ്ങിന് പോയിട്ട് നമ്മൾ ഓരോ വീടുകളിൽ ചെന്നിട്ട് അവരുടെ ഷുഗർ നോക്കുക, BP നോക്കുക, അവരുടെ കണ്ടീഷൻസ് അറിയുക. നമ്മൾ കമ്മ്യൂണിറ്റി ചെന്നിട്ട് അവിടെയും കെയർ പ്ലാനും കേസ് സ്റ്റഡിയും ഒക്കെ ഉണ്ട്. അപ്പം അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്കും രോഗങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഡയബറ്റിക് ആണെങ്കിലും ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിലും BP ഉള്ളവരാണെങ്കിലും നമ്മൾ കമ്മ്യൂണിറ്റി ചെന്നിട്ട് എന്തൊക്കെ കെയറാണ് കൊടുക്കുന്നത് അതാണ് അവിടെ മെയിനായിട്ടുള്ളത്. അങ്ങനെ അത് ചെയ്യണം. ഇപ്പം എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ഓരോ വീടുകളിൽ നമ്മൾ തന്നെ സാധനങ്ങൾ കൊണ്ട് ചെന്നിട്ട് നമ്മളൊരു ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വീട്ടുകാർക്ക് കൊടുക്കണം. അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. എന്താണ് അവരുടെ വീടുകളിൽ ചെന്നിട്ട് നമ്മുടെ സാധനങ്ങളും കൊണ്ട് ചെല്ലുക, അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഓരോ ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുക്കുക. അതിപ്പം ഡയബറ്റിക് പേഷ്യൻ്റാണ്, ഡയബറ്റിക് പേഷ്യൻറ്റിന് കൊടുക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ 4 വർഷം അങ്ങനെ കഴിഞ്ഞു. ഇതാണ് എൻ്റെ 4 വർഷത്തെ ഉള്ള എൻ്റെ അനുഭവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ 4 വർഷത്തെ നഴ്സിംഗ് അനുഭവം. ഇതെന്ന് പറഞ്ഞ ചെറിയൊരു ഇതല്ല, ഏറ്റവും വലിയൊരു ഇതാണ്. ഇത് കേൾക്കുന്ന എല്ലാ നഴ്സുമാർക്കും ഇതൊരു ഭയങ്കര ഒരു അനുഭവം തന്നെ തരും. ഇത് നോർമലി എല്ലാ നഴ്സുമാരും അനുഭവിക്കുന്ന ഒരു സംഭവമാണ് ഈ 4 വർഷത്തെ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഒട്ടുമിക്ക എല്ലാവരും ഈ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു ഉള്ളവരായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ 4 വർഷം. ഈ 4 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഫസ്റ്റ് ഇയർ മാത്രമാണ് ഭയങ്കര ടഫായിട്ട് തോന്നിയത്. എനിക്ക് മീൻസ് അതിനകത്ത് നിന്നൊന്ന് കയറാൻ തന്നെ ഇച്ചിരി പാടായിരുന്നു. കാരണം ഫസ്റ്റ് ഇയർ ഭയങ്കര ടഫാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ടഫായിരുന്നു. നമ്മൾ ഈ 4 വർഷം കഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും ജോലി കിട്ടും. നമുക്കിപ്പോൾ ജോലിക്ക് വേണ്ടി അന്വേഷിക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും വരുന്നില്ല. ഒത്തിരി സ്കോപ്പുകളുണ്ട്, ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. സോ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിലോട്ട് വരുന്നവർക്കാണെങ്കിലും
വരുന്നവർക്കാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.